ഞാനും എൻ്റെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് ആധുനിക പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് അമ്മ എന്നോട് ചോദിച്ചു, എടാ ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ, പിന്നെ പെട്രോളിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇലക്ട്രിസിറ്റി കേരളം നമുക്ക് കടമെടുത്താണ് തരുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തും എന്ന് ചോദിച്ചു. നമ്മുടെ പക്കലുള്ള മൊത്തം ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കറിയാത്തൊരു വിഷയത്തെപ്പറ്റി ആര് പറയുകയാണെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണല്ലോ. അപ്പം ആ ഒരു സ്വഭാവത്തോടു കൂടി ഒറ്റ വാക്കിൽ ഞാൻ അതിനെ എതിർത്തെങ്കിലും അതിനെപ്പറ്റി ഒരു കൺക്ലൂസീവായിട്ടൊരു ഉത്തരം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ പിന്നീട് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയ്ക്കും അതുപോലെ ഇത് അറിയാത്ത ആളുകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ എന്താണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉത്തരത്തിലേക്ക് പോവാം. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. കാരണം ഇതൊരു കഥ പോലെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് നമുക്ക് എനർജിയും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ ഇതെല്ലാം തീർന്നു പോയാൽ നമ്മുടെ എൻ്റയർ സിസ്റ്റം കൊളാപ്സ് ആയി പോകും. പഴയകാല തിയറീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എനർജി റിസോഴ്സ് ആക്ച്വലി ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 100 വർഷമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ പക്കലുള്ള എനർജി റിസോഴ്സ് കൂടുകയാണ് ചെയ്തത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു വെഹിക്കിൾ ഇൻഡസ്ട്രി എടുക്കുക. അപ്പോൾ ബസ്, കാറ്, ബൈസിക്കിൾസ്, ട്രെയിൻസ്, എറോപ്ലെയിൻസ്, അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണക്ക് വെച്ചിട്ട് കഴിഞ്ഞൊരു 300 വർഷത്തിനിടയ്ക്ക് മനുഷ്യരാശി ഓവർ ബില്യൺ വെഹിക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർ ബില്യൺ വെഹിക്കിൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സിനെ അത് കുറയ്ക്കണ്ടേ? പക്ഷേ ആക്ച്വലി അത് കുറച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ പുതിയ മെറ്റീരിയൽസ് കണ്ടുപിടിച്ചു. റബ്ബർ, പ്ലാസ്റ്റിക്സ്, അലൂമിനിയം തുടങ്ങിയവ. ഈ അലൂമിനിയത്തെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. പണ്ട് കാലത്തില്ലേ അലൂമിനിയത്തിന് സ്വർണ്ണത്തെക്കാൾ വിലയായിരുന്നു. എന്താണെന്നറിയോ? കാരണം പണ്ട് അലൂമിനിയത്തെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടായൊരു പ്രക്രിയയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ എംപറർ നെപ്പോളിയൻ മൂന്നാമൻ തൻ്റെ പ്രധാനപ്പെട്ട അതിഥികൾക്ക് ഭക്ഷണം അലൂമിനിയം പാത്രങ്ങളിൽ നൽകി. അത്ര പ്രധാനരല്ലാത്ത അതിഥികൾക്ക് ഭക്ഷണം സ്വർണ്ണ പാത്രങ്ങളിൽ നൽകി. എന്താ കഥ അല്ലേ? നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയോ? അതൊക്കെ വിട്. അതുപോലെ തന്നെ 1700 കാലഘട്ടത്തിൽ മനുഷ്യർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് മസിൽ പവറിനെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും നമുക്കറിയാം മെഷീൻസ് മസിൽ പവറിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് നമുക്കൊരർത്ഥത്തിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കാം. പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും 1000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് എനർജി റിസോഴ്സിനെ പറ്റി അറിയാമായിരുന്നു. അവർക്ക് മരം കത്തിച്ച് ഇരുമ്പിനെ സ്മെൽറ്റ് ചെയ്യാൻ അറിയാമായിരുന്നു. അവർക്ക് കടലിലെ കാറ്റുകൊണ്ട് ഒരു പായ്ക്കപ്പൽ ഓടിക്കാൻ അറിയാമായിരുന്നു. അവർക്ക് പുഴയിലെ ഒഴുക്കിനെ ഒരു വിൻമിൽ ഉപയോഗിച്ച് ധാന്യങ്ങൾ പൊടിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ എനർജി റിസോഴ്സിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ പറ്റിയിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ഒരു എനർജിയെ മറ്റൊരു എനർജിയാക്കാൻ അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് എനർജി കൺവേർഷൻ അറിയില്ലായിരുന്നു. ഉദാഹരണത്തിന് അവർക്ക് കടലിലെ കാറ്റ് ഉപയോഗിച്ച് ഒരു പായ്ക്കപ്പൽ ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിലും അവർക്ക് ആ കാറ്റുപയോഗിച്ച് ഒരു അയൺ സ്മെൽറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവരുടെ കാഴ്ചപ്പാടിൽ എല്ലാ എനർജി കൺവേർഷനും ചെയ്യാൻ പറ്റിയിരുന്ന ഒരേ ഒരു മെഷീൻ അത് മനുഷ്യരടങ്ങിയിരുന്ന മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ ജോലിക്കും മൃഗങ്ങളെയും മനുഷ്യരെയും ഉപയോഗിച്ചു. മനുഷ്യർക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിയിരുന്നത്? ചെടികളിൽ നിന്ന്. ചെടികൾക്കോ? അവർ ഫോട്ടോസിന്തസിസ് ഉപയോഗിച്ച് സൺലൈറ്റിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ മനുഷ്യൻ പണ്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് മെയിനായിട്ട് 2 സൈക്കിളിലാണ്. ഒന്ന് പ്ലാന്റ് ഗ്രോത്ത്, രണ്ടാമത്തേത് സോളാർ എനർജി സൈക്കിൾ. എന്ന് വെച്ചാൽ അവർക്ക് സമ്മർ സീസണിൽ നല്ല വിളവ് കിട്ടി. എന്ന് വെച്ചാൽ സമ്മർ സീസണിൽ അവിടെ എക്കോണമി വളർന്നു. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ എല്ലാം തകിടം മറിഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ അസ്ട്രോളജി അഥവാ ജ്യോതിഷം ശക്തി പ്രാപിച്ചത് അക്കാലത്താണെന്ന് പറയാം. കാരണം അവർ സമ്മർ സീസണിൽ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്താണ്, ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ വിശ്വസിച്ചു ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്തായതുകൊണ്ടാണ് എനിക്കൊരുപാട് ലാഭം കിട്ടിയത്, അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ രാത്രി അവർ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രം മറ്റൊരു സ്ഥലത്താണ്, ഈ നക്ഷത്രം ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അസ്ട്രോളജി ഒരു സ്യൂഡോ സയൻസ് ആണ്.
അപ്പോൾ ഈ അസ്ട്രോളജി കാരണം അല്ലെങ്കിൽ ജ്യോതിഷം കാരണം നിങ്ങളുടെ കല്യാണം മുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സ്യൂഡോ സയൻസിന് വേണ്ടി നിങ്ങൾ കളയണോ? നമ്മൾ പിന്നെ വിഷയത്തിൽ നിന്ന് പോയല്ലേ, അതിടയ്ക്ക് കണക്റ്റ് ആകുമ്പോൾ ഞാൻ പറയുന്നതാണ്, അത് വിടും. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഊർജ്ജോൽപാദനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് സ്റ്റീം എഞ്ചിനാണ്. പക്ഷേ ഈ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നത് എത്രയോ വർഷം മുമ്പ് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിരുന്നു, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വീട്ടച്ഛൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ മൂടി തെന്നി മാറിയിരുന്നു, അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു സ്റ്റീം എഞ്ചിൻ തന്നെയല്ലേ. അവിടെ സ്റ്റീം എന്തായി, മെക്കാനിക് എനർജി ആയി. പക്ഷേ പണ്ട് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണം, ഒരു തിരുത്തണ്ട്, ന്യൂട്ടൻ്റെ തലയിലല്ല, ന്യൂട്ടൻ്റെ അടുത്താണ് ആപ്പിൾ വീണത്. അപ്പോൾ ന്യൂട്ടൻ്റെ അടുത്ത് ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൻ ചിന്തിച്ച പോലെ അന്ന് നമ്മുടെ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടച്ഛന്മാർ ചിന്തിച്ചിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം ചിന്തുക അല്ലെങ്കിൽ ഭക്ഷണം തിളച്ച് മറിയുക എന്ന് പറയുന്നത് അടുക്കള വൃത്തികേടാക്കുന്ന ഒരു പ്രതിഭാസം മാത്രമായിരുന്നു. ഹീറ്റിനെ മൂവ്മെൻ്റ് ആക്കുന്ന ആദ്യത്തെ കണ്ടുപിടുത്തം 9-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ് കണ്ടുപിടിച്ചത്. അതെന്താണെന്നറിയോ? ഗൺ പൗഡർ. അതെ, വെടിമരുന്ന്. പക്ഷേ ഈ ഗൺ പൗഡർ പിന്നെ ഒരു 100 കൊല്ലം അവർ ഉപയോഗിച്ചത് ഫയർ ബോംബ്സ് ഉണ്ടാക്കാനാണ്. എന്ന് വെച്ചാൽ പിന്നീടും ഒരു 600 വർഷം എടുത്തു ഗൺ പൗഡർ ഉപയോഗിച്ച് എഫക്റ്റീവായിട്ടൊരു ഗൺ ഉണ്ടാക്കാൻ. പിന്നീടും ഒരു 300 വർഷം എടുത്തു അവർക്ക് ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കാൻ. ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാരാണ്. അവർ അത് ഉപയോഗിച്ചത് അവരുടെ കോൾ മൈൻസിലാണ്. പിന്നീട് അവർ അവരുടെ കോൾ മൈൻസിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് ആദ്യത്തെ തീവണ്ടിയിൽ അവർ സ്ഥാപിച്ചു. അങ്ങനെ 1830 സെപ്റ്റംബർ 15-ാം തീയതി ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റെയിൽവേ ആരംഭിച്ചു. പിന്നീട് ശാസ്ത്രം കണ്ടുപിടിച്ചു ഇതിനും എത്രയോ മടങ്ങ് എനർജി വെറും ഒരു ആറ്റത്തിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് സയൻസ് വളരെ വേഗത്തിലാണ് പോയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ചൈനക്കാർ ആദ്യത്തെ ഗൺ പൗഡർ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് 600 വർഷം എടുത്തു തുർക്കിക്കാർക്ക് അവരുടെ ആദ്യത്തെ പീരങ്കി ഉപയോഗിച്ചിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മതിൽ തകർക്കാൻ. പക്ഷേ സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ E=mc² എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം വെറും 40 വർഷം കൊണ്ട് ആദ്യത്തെ അറ്റോമിക് ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണു. മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു പെട്രോളിയം പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. അത് തന്നെ ഇന്ന് നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന എൻജിൻസ്. പിന്നീട് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. പക്ഷേ ഒരു 200 വർഷം മുമ്പ് വരെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്നത് വെറും ചീപ്പ് മാജിക് ട്രിക്സിനും അതുപോലെ തന്നെ ലാബിലെ എക്സ്പെരിമെൻസിനും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി നമ്മുടെ എക്കോണമിയിൽ യാതൊരു പങ്കും വഹിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. ഒരു വിരൽത്തുമ്പ് കൊണ്ട് പുസ്തകം അച്ചടിക്കാനും ഇരുണ്ടൊരു മുറിയെ പ്രകാശിതമാക്കാനും ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും നമ്മുടെ ഓർമ്മകളെ ഒരിക്കലും മറക്കാതിരിക്കാൻ ഒരു ചിപ്പിക്കുള്ളിലാക്കാനും പിന്നെ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സിനെ ഒരിക്കലും കേടുവരാത്തൊരു ഫ്രെയിമിനുള്ളിലാക്കാനും നമ്മളെ കൊണ്ട് പറ്റി. Few of us understand how electricity does all these things, but even fewer can imagine life without it. ആദ്യം തന്നെ ഞാനൊരു സോറി പറയുകയാണ്. കാരണം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഓരോ 10 വർഷവും ഓരോ പുതിയ എനർജി റിസോഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പക്കലുള്ള മൊത്തം എനർജി കൂടുകയാണെന്നർത്ഥം. പക്ഷേ ആളുകൾ എന്തിനാണ് ഇപ്പോഴും നമ്മുടെ പക്കലുള്ള എനർജി റിസോഴ്സ് കുറയുകയാണെന്ന് കരുതി വിഷമിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ പക്കലുള്ള ഫോസിൽ ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഈ ലോകത്തൊരിക്കലും എനർജിയുടെ കുറവില്ല. ആകെ കുറവുള്ളത് ഈ എനർജിയെ എങ്ങനെ ശേഖരിക്കാം അല്ലെങ്കിൽ ഈ എനർജിയെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു അറിവ് മാത്രമാണ്. നമ്മുടെ ലോകത്തുള്ള മൊത്തം ഫോസിൽ ഫ്യൂവൽസിൻ്റെ എനർജിയുടെ എത്രയോ മടങ്ങ് എനർജി സൂര്യൻ ഓരോ ദിവസവും ഫ്രീ ആയിട്ട് പുറത്തുവിടുന്നുണ്ട്. സൂര്യൻ പുറത്തുവിടുന്ന എനർജിയുടെ ഒരംശം മാത്രമാണ് ഭൂമിയിലെത്തുന്നത്. എന്നാൽ അതുതന്നെ ഏകദേശം 37,66,800 എക്സാ ജൂളോളം വരും. ഒരു ജൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു തേങ്ങ എടുത്ത് അന്തരീക്ഷത്തിൽ 1 മീറ്റർ ഉയർത്താനെടുക്കുന്ന എനർജിയാണ് 1 ജൂൾ. ഒരു എക്സാ ജൂൾ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ജൂളാണ്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് തേങ്ങ നിങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർത്താനെടുക്കുന്ന എനർജിയാണ്. ഈ ഭൂമിയിലെ മൊത്തം ചെടികളും മൊത്തം മനുഷ്യരും ആകെ ഉപയോഗിക്കുന്നത് 3500 എക്സാ ജൂൾ ഓഫ് എനർജി മാത്രമാണ്. ഇത് വെറും 1.5 മണിക്കൂർ നേരം കൊണ്ട് നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജി മാത്രമാണ്.
ഇത് വെറും സോളാർ എനർജിയുടെ കാര്യമാണ്. ഇതൊന്നും കൂടാതെ നമുക്ക് ചുറ്റും ന്യൂക്ലിയർ എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ എനർജി ഉണ്ട്, ടൈഡൽ എനർജി ഉണ്ട്, അങ്ങനെ ഒരുപാട് എനർജി സോഴ്സുകളുണ്ട്. ഇതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മുടെ ലൈഫ് ഇപ്പോഴത്തേക്കാളും 1000 ടൈംസ് ബെറ്റർ ആകും. നിങ്ങൾക്കിതിൽ സംശയമുണ്ടെങ്കിൽ ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ജർമ്മനിക്ക് യുദ്ധത്തിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഗൺ പൗഡറിലും എക്സ്പ്ലോസീവ്സിലും ഉപയോഗിക്കുന്ന സാൾട്ട് പീറ്റർ എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ ക്ഷാമം. ഈ സാൾട്ട് പീറ്ററിൻ്റെ അന്നത്തെ പ്രധാന ഉറവിടങ്ങളായിരുന്നു ഇന്ത്യയും ചിലിയുമെല്ലാം. അന്ന് അവർക്ക് ഈ സാൾട്ട് പീറ്ററിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പദാർത്ഥം ഉണ്ടായിരുന്നു, അതാണ് അമോണിയ. പക്ഷേ പണ്ട് കാലത്ത് ഈ അമോണിയ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു പ്രോസസ്സായിരുന്നു. ബട്ട് ലക്കിലി 1908 ഫ്രിഡ്സ് ഏബർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അന്തരീക്ഷത്തിൽ നിന്നും അമോണിയ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ കണ്ടുപിടിച്ചു. അതിന് 1918 അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടി. പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഫ്രിഡ്സ് ഏബർ ഈ പ്രക്രിയ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ 1918 നവംബറിന് മുമ്പേ ജർമ്മനി നശിച്ചു പോകുമായിരുന്നു. So let me repeat. Clearly, the world does not lack energy. All we lack is the knowledge necessary to harness and convert it to our needs.